ശ്രീ ജയരാജ്, താങ്കളുടെ കരിയറിൻ്റെ ഒരു ആദ്യ പാദത്തിൽ തീർത്തും കമേഴ്ഷ്യലായിട്ടുള്ള ചിത്രങ്ങളാണ് ചെയ്തത്. പിന്നീടാണ് താങ്കൾ ഈ പറഞ്ഞ താങ്കളുടെ മനസ്സിന് ചേർന്ന് അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തു തുടങ്ങിയത്. എപ്പോഴും ഒരു ഫിലിം മേക്കറിന് തുടക്കത്തിലെ കുറച്ച് കാലങ്ങൾ കമേഴ്ഷ്യലായിട്ട് തന്നെ സിനിമ ചെയ്യണമെന്നുണ്ടോ? അത് നല്ലൊരു ചോദ്യം. അങ്ങനൊന്നുമില്ല. കാരണം എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമകൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അക്കാഡമിക് പെർസ്പെക്റ്റീവുള്ള സിനിമകളായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഭരതേട്ടനോട് സിനിമ പഠിക്കുമ്പോൾ ഭരതേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ കുറേ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്, കൊമേഴ്ഷ്യൽ വൈബിലിറ്റി ഉള്ള സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ പോകുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് ശീലിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 9 സിനിമ ചെയ്ത് അറേബ്യ വരെ ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് പുനർചിന്തനം നടത്തുന്നത്. ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ച വഴി. അങ്ങനെ അറേബ്യ ഒരു ഡിസാസ്റ്ററുമായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഒരു ഐ ഓപ്പണറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു പുതിയ പരീക്ഷണത്തിലേക്ക് തിരികെയാണ്. അതുവരെയുള്ള സിനിമകളുടെ പിന്നീട് ചെയ്യാനുള്ള സിനിമയുടെയും അഡ്വാൻസൊക്കെ തിരിച്ചു കൊടുത്ത് ഒരു നോർമൽ അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞു, കാരണം ഇനി അങ്ങോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന സിനിമ ചെയ്യുന്നുള്ളൂ തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒരു ആ തരത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീം മാത്രം ലക്ഷ്യമാക്കി കോംപ്രമൈസ് സിനിമ ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം അതൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ പുതിയ തലമുറയോട് എനിക്കുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. അങ്ങനെ തീരുമാനം അതിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. Divina, you're not new to commercials. You have been doing commercials as such. But you're new to Malayalam cinema, right? Yes. What did Malayalam cinema as such inspire you in the first place? So before this movie, I've done Malayalam ads here. So Malayalam was nothing new for me, but yes, cinema, in terms of cinema, I think it's like a grand platform for me. When we talk about Veeram, it's 3 languages. So it's like as good as getting a break in 3 different feature films. When I met sir for the first time, so we suddenly started talking about Macbeth. And he said, so I told him, sir, I really like Throne of Blood, which is an adaptation of Macbeth by Akira Kurosawa, and I feel it's one of the best adaptations of Macbeth. And somehow sir also agreed with me, and we talked about Akira Kurosawa, then we talked about Kalaripayar. So breaking the ice with Jayaraj sir was pretty, like, smooth for me. So yeah. മനുഷ്യനെ കൊണ്ടാകുന്ന ഞാൻ ചെയ്യും, അതിൻ്റെ അപ്പുറം ചെയ്യുന്ന മനുഷ്യനല്ല. ആനേനെ മയക്കുന്ന അരിങ്ങോടർ ജയിക്കാൻ എനിക്ക് വീരുള്ള പടക്കുറുപ്പിന് എണ്ണ വേണം. പഴങ്കഥയല്ല പാണന് ഇളന്തർപ്പണം ചന്തുവിനെ പുത്തൂരാൻ വീട്ടിലേക്ക് വെറുതെ കൂട്ടാനല്ല പറഞ്ഞിനെ. എന്നെ തൊട്ട് മച്ചുനും ചന്തു നിന്റെ പടക്കുറുപ്പാണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള ബാനറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ വീരത്തിൽ വന്ന് നിൽക്കുകയാണ്. അതൊരു മാഗ്നം ഓപ്പസാണ് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ? അത്രയും വലിയ സ്കെയിൽ, പക്ഷേ എന്നാൽ അത്ര കാശ് മുടക്കിയില്ലെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് ട്രെയിലർ കണ്ട ശേഷം പറയണ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഫീല്. ഈ സിനിമ എന്താണ് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നൊരു എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് സിനിമയിലൂടെ? ഞാൻ ഗുരുതുല്യനായി കാണുന്ന ത്രോൺ ഓഫ് ബ്ലഡ്, അത് കുറോസാവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ റോമൻ പോളാൻസ്കിയുടെ വർക്ക്, അതിനോട് ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ കൾച്ചറിൽ ഒരു സിനിമ ചെയ്താൽ ഒരുപക്ഷെ എനിക്കതൊരു വലിയൊരു എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ അതിനെ കണ്ടത്. വെല്ലുവിളി, എന്നോട് തന്നെയുള്ള വെല്ലുവിളിയായിട്ടാണ് കണ്ടത്. അങ്ങനെ ഇതൊരു വലിയൊരു ഡ്രീമായിരുന്നു. അപ്പോൾ ഞാനത് കുറേ കാലം പ്ലാൻ ചെയ്ത് നടന്നു. കാരണം ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും വലുതായിട്ട് ഞാൻ ചിന്തിച്ചത്. കാരണം ഇതിൻ്റെ കളരി എന്ന് പറയുന്ന ആയോധന വിദ്യ ലോകത്തിലെ ആദ്യത്തെ ആയോധന വിദ്യയാണെന്ന് ഞാൻ തിരിച്ചറിയാൻ അന്നേരം. പിന്നീട് ഇതിൽ നിന്നാണ് കരാട്ടയും കുംഫു കൊണ്ടായിട്ടുള്ളത്. പക്ഷേ അത്രയും വലിപ്പമുള്ള ആഴമുള്ള ഒരു മാർഷൽ ആർട്സ് എന്തുകൊണ്ടാണ് ലോകത്തിന് അറിയാതെ പോകുന്നത്? അപ്പോൾ കുറോസാവ ചെയ്ത പോലെ തന്നെ നമുക്കും മാക്ബെത്ത് പറയാൻ അതിമനോഹരമായൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. അതിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ബാക്ക്ഡ്രോപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷ്വൽ പോസിബിലിറ്റിക്ക് വേണ്ടി അജന്ത എല്ലോറ പോലെയുള്ള ഗ്രാൻഡിയറിലേക്കൊക്കെ നമ്മൾ പോകുന്നു. അങ്ങനെ സ്റ്റോറി ബോർഡ് വരെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യണം. എന്നെങ്കിലും ഒരു പ്രൊഡ്യൂസർ വരും, ചെയ്യുവാണെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പല ചെറിയ സിനിമകളിലേക്ക് പിന്നെ തിരിഞ്ഞത്.
ഇപ്പോൾ ഈ ഒറ്റാല് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ചന്ദ്രമോഹൻ പിള്ള, പ്രദീപ് രാജൻ ഇവർ എൻ്റെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരികയും ഒരുപാട് പേരുടെ സഹകരണങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ എല്ലാം തുടങ്ങിയത് ഒരു സ്വപ്നത്തിൽ നിന്നാണ്. കാരണം മലയാളത്തിൽ ചന്തുവിൻ്റെ കഥ പറഞ്ഞ സിനിമ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയൊക്കെ ആയിട്ട് താങ്കളുടെ സിനിമ കമ്പയർ ചെയ്യപ്പെടുമോ? അങ്ങനെ പേടി? കമ്പയർ ചെയ്യും. അതായിരുന്നു ഏറ്റവും വലിയ പേടി. കാരണം ഇപ്പം ഞാൻ ഇതിൻ്റെ ക്യാമ്പയിൻ, അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ച ക്യാമ്പസുകളിൽ പോകുന്നു, ലിറ്ററേച്ചർ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്നു. അവിടെ എല്ലാവരോടും ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, നിങ്ങൾക്ക് ചന്തുവിനെക്കുറിച്ച് എന്താ അറിയാമെന്ന് ചോദിക്കും. ചന്തുവിനെ ആർക്കും അറിയില്ല. അറിയാവുന്നവർ പോലും ഇപ്പോൾ 20-23 വർഷം മുൻപ് വന്ന ചന്തു, വടക്കൻ വീരഗാഥയിലെ ചന്തുവിലെ മിമിക്രിക്കാർ ചെയ്തിട്ടുള്ള ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതി മാത്രം, ഒരു ഡയലോഗ് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇരുമ്പാണി തട്ടി അയച്ചിട്ട് മുളയാണിയിട്ട് മുറുക്കി പൊൻകാരം തേച്ച് വേണം. And even the character was really challenging for you because it had a lot of action sequences. You had to be physically and mentally prepared at the same time. Yes. How demanding was it action-wise? Action-wise, so basically I was learning Kalari Payat for past 3 years already in Bombay. But when we talk about Kutty Mani, Lady Macbeth, it's a lot of emotionally draining character. I think it's one of the finest female characters for an actor to play. Reason being that she is, she has more of masculine traits. Not physically, but here, she's very ambitious, she's a go-getter. She manipulates Macbeth, which is Chantu. So emotionally, and she has different layers, as a character, and you really have to work on those layers. So I started preparing a diary for myself, that what kind of music Kutty Mani would like, what kind of, mannerisms she would have, what kind of people she likes to talk with. So things like this I worked on. Then we had to speak Malabar Malayalam also, which was another task for Kutty Mani. But that was a lot of fun because as an actor, you get this challenge to, pull a language as difficult as Malayalam. Was quite challenging. So the thing is, I was learning Kalari, but I never played Urmi before. And if you study about Kalari, Urmi has like the highest standard, like the highest level in Kalari when it comes to playing swords. But at the same time, I had to put on weight for Kutty Mani. So rigorous training of Kalari, but yet you have to, put on weight. So I had to undergo But a you special can eat diet. without regret, right? Sorry? You can eat without regret. Yeah, but then at the same time, you're burning so many calories. Because at the same time. in Because Mumbai, it's very rigorous, in Mumbai, almost all the models, they are trying to put down the weight. So I suggested her to eat more. That was my first suggestion. So I had that freedom to eat a lot of food, a lot of idlis, appams, everything here. But then when you're doing such kind of rigorous workout, you're losing out the same fat again. So I had to undergo a special diet, which was also a lot of fun. Because as an actor, you get to speak Malabar Malayalam, you get to play Urmi, you get to do Kalari, you get to put on weight, you get to wear those beautiful mundus and blouses, which is like very typical Malayalam. You get to work with Jairaj sir. You have Alan Poppleton on the sets who has done fight choreography for Spartacus and amazing films, Hollywood films. You have Treff Proud on the sets who has done amazing, makeup in the film. So the journey of Kutty Mani was so smooth, and he made it easier for me. I think he's an amazing director, So it was completely a treat for me working with Jairaj sir. Thank you so much, Divina. Thank you, sir. ഈ മലയാളത്തിൽ നിന്നൊരു ഫേസ് കണ്ടെത്തിയിരുന്നില്ലേ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ മലയാളത്തിൽ അത്തരം ഒരു ആയിട്ടുള്ള ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്? അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു 1000-1500ഓളം പേരെ ഞാൻ ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ വിളിച്ചതിൽ വളരെ കുറച്ച് പെൺകുട്ടികളേ വന്നുള്ളൂ. ബാക്കി എല്ലാ ആണുങ്ങൾ ഒരുപാട് പേര് വന്നു.
അവരൊക്കെ ഞാൻ നോക്കുകയും അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ ചെയ്തു. പൊതുവേ എന്താണെന്നറിയില്ല, നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ഓരോരുത്തരെ അന്വേഷിച്ച് പോയിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറച്ച് ഇറോട്ടിസിസം ഉണ്ട്. കാരണം സെഡ്യൂസിങ്, അതായത് ചന്തുവിനെ വശീകരിക്കുക എന്നൊരു വലിയ ചടങ്ങുണ്ട്. അപ്പോൾ അത് കോസ്റ്റ്യൂം മാത്രം പോരാ, അവളുടെ പെർഫോമൻസ് കൊണ്ടും അവളെ കുറച്ചൊരു കുറച്ച് എക്സ്പോസ് ചെയ്യാൻ, അത് എക്സ്പോസിങ് ഫോർ ദി സേക്ക് ഓഫ് സിറ്റുവേഷനാണ്. അല്ലാതെ നമ്മൾ അൺനെസസറി ആയിട്ട് ഒരു പാട്ടിന് വേണ്ടി എക്സ്പോസ് ചെയ്യുന്ന പോലെ അല്ല, കുറച്ചൊന്ന് വശീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള സീൻ അങ്ങനെ വേണം. അപ്പോൾ അത് ഞാൻ ഡിവിനോടും പറഞ്ഞുള്ളൂ, ഷീ ഈസ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ അത് ക്യാരക്ടർ ഇൻസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവൾ റെഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഡിവിനും ചെയ്തില്ല. അപ്പോൾ അതൊരു ഫാക്ടറായിരുന്നു എൻ്റെ. പിന്നെ ഇപ്പം നന്നായിട്ട് പ്രാക്ടീസ്, ഇപ്പം ഷോട്ട് എടുക്കുന്നതിന് മുൻപുള്ള സമയത്തും ഇവരപ്പുറത്ത് പോയി കളരി. അപ്പോൾ ആദ്യം നമ്മൾ ലൊക്കേഷനിൽ ഒരു കളരി സെറ്റ് ചെയ്യുന്നു. ശിവകുമാർ ഗുരുക്കൾ വരെ വന്ന് ഇവരെ രാവിലെ പ്രാക്ടീസിന് വിടുകയാണ്. പിന്നെ ഞങ്ങൾ ഷോട്ട് അഭിനയിച്ചിട്ട് പോകും. അതെല്ലാവരും അതെ, ഇപ്പം എല്ലാവരും ദേഹത്ത് മുഴുവൻ ഇവിടെയൊക്കെ ദേഹത്ത് ഉറുമി നന്നായിട്ട് ചെയ്യും ഡിവിനെ. The first thing I've learned coming down south is always be humble in life, no matter where you reach. That is one thing I've learned coming here.